ഇന്നിപ്പോൾ ഓട്ടോ പോയിന്റിൽ എത്തിയിരിക്കുന്ന ഒരു എർട്ടിഗയാണ്. എർട്ടിഗയിൽ നമുക്കത് ഡയമണ്ടിൻ്റെ X80 എന്ന് പറഞ്ഞ ഒരു സീരീസിൽ വരുന്ന സിസ്റ്റവും അതുപോലെ തന്നെ വൈബ്രാസോണിക്കിൻ്റെ ഒരു HD ക്യാമറയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് കാണാൻ നല്ല ലുക്കാണ്. നമ്മൾ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനി സ്റ്റീരിയോ നമ്മളിപ്പം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ടോപ്പിലിരിക്കുന്ന ക്യാമറ യൂണിറ്റ് നമ്മൾ മാറ്റിയിട്ട് പുതിയ സെറ്റിലേക്ക് കണക്ട് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ വണ്ടിയിൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. വാറണ്ടി ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പാനലൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഡയമണ്ട് X80 വണ്ടിയിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ ബാക്ക് ക്യാമറ ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് വരുന്നത് 4GB 64GB ആണ്. അതുപോലെ തന്നെ നോബ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് വോളിയം അതുപോലെ തന്നെ എല്ലാ കൺട്രോൾസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡയമണ്ട് ഓൺ ആയി കഴിയുമ്പോൾ വരുന്ന ലുക്ക് കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്ക് പല തീമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം ഒക്കെ കൂട്ടുമ്പോൾ നമ്മുടെ നോബിൽ തന്നെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇക്വലൈസർ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് കസ്റ്റം ഫീച്ചേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ്രോയിഡ് സെറ്റിൻ്റെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടൊരു ഫാൻ സെറ്റിങ്സും നമുക്ക് ഈ ഒരു ഫീച്ചറും നമുക്ക് ഈ സെറ്റിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫോണിലൊക്കെ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ സെറ്റിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഈ സെറ്റിൽ തന്നെ 4K 8K നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. 1-2 വിഷ്വൽസ് നമുക്ക് കാണാം. നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വണ്ടിയുടെ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളും നോക്കാം. നല്ല ഒരു ക്ലാരിറ്റി നമുക്ക് ബാക്ക് ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. നമ്മളിനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് വീൽ കൺട്രോളിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ അതായത് നമ്മൾ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ളതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.